വിങ്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അക്കൗണ്ടൻസിയിൽ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണറിൽ സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണറിൽ റിട്ടയറിംഗ് പാർട്ട്ണർ വരുമ്പോൾ ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. തുടക്കത്തിൽ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം, ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻസ് ഉണ്ട്, അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്, അക്യൂമുലേറ്റഡ് ലോസ് എങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഗുഡ് വില്ലിൻ്റെ പോർഷൻ നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് അത് ട്രാൻസ്ഫർ ചെയ്ത് റിട്ടയറിംഗ് പാർട്ട്ണറുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അത് കൊടുക്കുന്ന റേഷ്യോ ഗെയിൻ ഇൻ റേഷ്യോ ആണ്. ആ ഗെയിൻ ഇൻ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ പഠിച്ചത് റിട്ടയറിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക അയാളുടെ ലോൺ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ ലോൺ അക്കൗണ്ട് എങ്ങനെയാണ്, ലോൺ അക്കൗണ്ടിൽ വരുന്ന തുക ഓൾഡ്, അതായത് റിമൈനിങ് പാർട്ട്നേഴ്സ് എങ്ങനെയാണ് അയാൾക്ക് കൊടുത്തു തീർക്കുന്നത്, അത് കാണിക്കുന്ന ലോൺ അക്കൗണ്ട്. അത്രയാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടത്. ഇനി ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ റിട്ടയറിംഗ് പാർട്ട്ണർ സ്ഥാപനത്തിൽ നിന്ന് പോകുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയർ ഉണ്ട്, ആ അക്കൗണ്ടിങ് പ്രൊസീജിയറിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ റിട്ടയർമെന്റിൽ കൊടുക്കുന്നത്. കൂടാതെ ഡെത്ത് ആയ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, ക്യാപിറ്റൽ അക്കൗണ്ട് വഴി എക്സിക്യൂട്ടർക്ക് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് നോക്കാം. റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണറിൽ പാർട്ട് 2 ആണ്. അതിൽ ഫസ്റ്റ് തന്നെ ഞാൻ കൊടുക്കുന്നത് റിട്ടയർമെന്റും ഡെത്തും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിൽ വരുന്നൊരു ഭാഗമാണ്, തിയറി പാർട്ടാണ്. അപ്പോൾ റിട്ടയർമെന്റും ഡെത്തും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ്. റിട്ടയർ ചെയ്യുക എന്നത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യും. എന്നാൽ ഡെത്ത് എന്ന് പറയുന്നത് എപ്പോഴും അത് നമ്മൾ പ്ലാൻ ചെയ്യാതെ അത് ഒക്കർ ചെയ്തു പോകുന്നതാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒക്കർ ചെയ്തു പോകുന്ന ഒരു പ്രവൃത്തിയാണ്. പിന്നെ പറഞ്ഞത് റിട്ടയറിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഹിസ് ലോൺ അക്കൗണ്ടിലേക്കാണ്. റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. എന്നാൽ അതേസമയം ഡിസീസ്ഡ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ടിലേക്കാണ്. അയാളുടെ അവകാശിയുടെ അക്കൗണ്ടിലേക്കാണ്, നമ്മൾ അവകാശിയുടെ ലോൺ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് റിട്ടയർമെന്റിൽ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് നമ്മൾ പേ ചെയ്യുന്നത്, ഫേം പേ ചെയ്യുന്നത് അയാൾക്ക് തന്നെയാണ് കൊടുക്കുക. എന്നാൽ ഡെത്ത് പാർട്ട്ണർ, ഡിസീസ്ഡ് പാർട്ട്ണർ ആകുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് നമ്മൾ കൊടുക്കുന്നത് അയാളുടെ ലീഗൽ ഹെയേഴ്സിനാണ്. ആരാണോ അയാൾ സ്ഥാപനത്തിൽ അവകാശിയായിട്ട് വെച്ചിട്ടുള്ളത് ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ, ആ വ്യക്തിയുടെ ലോൺ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ആണെങ്കിലും ലീഗൽ ഹെയേഴ്സിന്റെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് പിന്നീട് പേ ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ ലോണായിട്ട് വെക്കുകയാണെങ്കിലും എക്സിക്യൂട്ടേഴ്സിന്റെ ലോൺ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അടുത്ത പോയിന്റ് വന്നത് റിട്ടയർമെന്റ് നടക്കുമ്പോൾ നമുക്കറിയാം ഇന്റേണൽ ആയിട്ട് ഒരു വ്യക്തി റിട്ടയർ ചെയ്തു പോകുമ്പോൾ ഇന്റേണൽ അഫയേഴ്സിന് മാറ്റം വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേംസ് അവരുടെ റിലേഷൻഷിപ്പ് ബ്രോക്കൺ ആകും, വളണ്ടറിലി ബ്രോക്കൺ ആകും. അവർക്കറിയാം ഇനി അങ്ങോട്ടേക്ക് 3 പേരില്ല, 3 പങ്കാളികൾ നടത്തിപ്പോയിരുന്ന ബിസിനസ് സ്ഥാപനം, 3 പാർട്ട്നേഴ്സ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഫേമിൽ 1 പാർട്ടി റിട്ടയർ ചെയ്ത് പോയാൽ അതർ 2 പാർട്ടീസിന് അറിയാം ഇനി അവരുടെ റിലേഷൻഷിപ്പ് 2 പേരിൽ ഒതുങ്ങും. അതുകൊണ്ട് പറയാണ് ഫേം ഈസ് ബ്രോക്കൺ വളണ്ടറിലി, അതായത് സ്വമനസാലെ ഫേം എന്ത് ചെയ്യപ്പെടും, ബ്രോക്കൺ ആകും. എന്നാൽ അടുത്തതിൽ പറഞ്ഞത് ഫേം ഈസ് ബ്രോക്കൺ ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ നേരത്തെ പ്രിപ്പയർഡ് അല്ല, ആ വ്യക്തി സ്ഥാപനത്തിൽ നിന്ന് പോകുന്നുള്ളത് നമുക്ക് നേരത്തെ അറിയില്ല. അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് അതെന്തായി പോകുന്നത്, ബ്രോക്കൺ ആയി പോകുന്നത്. ഇനി 3 ഡിഫറൻസ് എന്നാണ് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. ഇനി 3 ഡിഫറൻസ്, ഏതെങ്കിലും 3 പോയിന്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഡിഫറൻസിൽ പഠിച്ചു വയ്ക്കാം. ഇതിൽ മറ്റൊന്നും കൂടി ഉണ്ട്, 1 വേർഡ് ഉണ്ട്. 1 വേർഡുകൾ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ട്രാൻസ്ഫേർഡ് ടു ഹിസ് ലോൺ അക്കൗണ്ട്.
ഹിസ് ലോൺ അക്കൗണ്ട് വൺ വേർഡ് ആണ്. എന്നാൽ ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഈസ് ട്രാൻസ്ഫർഡ് ടു എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ട് ആണ്, എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഇനി റിട്ടയർമെന്റ് എന്ന് പറയുന്നത് പ്ലാൻഡ് പ്രോസസ് ആണെങ്കിൽ ഡെത്ത് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് പ്രോസസ് ആണ്, അതും വൺ വേർഡിൽ തന്നെ വരുന്നതാണ്. ഡിഫറൻസ് പഠിക്കുമ്പോൾ ഇനി 3 ഡിഫറൻസ് ആണ് വല്ലപ്പോഴും ചോദിക്കുന്നത് നമ്മളെടുത്ത്. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ വൺ വേർഡുകൾ, അതിൻ്റെ ഉള്ളിൽ വരുന്ന വൺ വേർഡുകളും കൃത്യമായിട്ട് പഠിച്ചു പോകുക, ശ്രദ്ധിച്ചു പോകുക. അടുത്ത ഇത് വരുന്ന റിട്ടയർമെന്റും ഡെത്തും തമ്മിലുള്ള ഡിഫറൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്, സാക്രിഫൈസിങ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ്. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷനിലാണ് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. അഡ്മിറ്റഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അഡ്മിറ്റഡ് പാർട്ട്നേഴ്സ് ഗുഡ് വില്ല് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ന്യൂ പാർട്ട്ണറുടെ ഗുഡ് വില്ല് നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പോൾ അവിടെ സാക്രിഫൈസിങ് റേഷ്യോ പറഞ്ഞത് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അഡ്മിഷനിൽ സമയത്ത് ഇത് കാൽക്കുലേറ്റ് ചെയ്യും. It is used to adjust new partner's share of goodwill. ന്യൂ പാർട്ട്ണറുടെ ഗുഡ് വില്ലിന്റെ ഷെയർ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അടുത്തത് സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അടുത്ത ഗെയിനിങ് ആണ്. ഗെയിനിങ് റേഷ്യോ വരുമ്പോൾ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത്. റിട്ടയർമെന്റിലും ഡെത്തിലും മാത്രമേ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് ഗുഡ് വിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് റിമൈനിങ് പാർട്ട്നേഴ്സിനാണ്. റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് ഗുഡ് വിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് റിമൈനിങ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ്. അതേപോലെ സാക്രിഫൈസിംഗ് റേഷ്യോയിൽ ഇൻകമിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഓൾഡ് പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് അക്കൗണ്ടിലേക്ക് ന്യൂ പാർട്ട്ണറുടെ ഗുഡ് വില്ല് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന റേഷ്യോയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പേര് വിളിക്കുക. ഇനി ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ്. ഇതിലും വൺ വേർഡുകളൊക്കെ ഉണ്ട്. വൺ വേർഡൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക. സാക്രിഫൈസിംഗ് റേഷ്യോ യൂസ് ചെയ്യുന്നത് ന്യൂ പാർട്ട്നർ ഷെയർ ഓഫ് ഗുഡ് വിൽ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ഗെയിനിങ് റേഷ്യോ യൂസ് ചെയ്യുന്നത് റിട്ടയറിംഗ് പാർട്ട്നർ ഷെയർ ഓഫ് ഗുഡ് വിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ്. സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ്. ഈ റേഷ്യോസിൻ്റെ ഇക്വേഷനും അത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടി കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കാം. സാക്രിഫൈസിംഗ് റേഷ്യോ അഡ്മിഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഗെയിനിങ് റേഷ്യോ റിട്ടയർമെന്റ് ആൻഡ് ഡെത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നമ്മൾ അടുത്തത് കൊടുക്കുന്നത് റിട്ടയർമെന്റിലെ ഒരു പ്രോബ്ലം. ഒരു ABC പാർട്ട്നേഴ്സ് ആണ്, അവർ ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് അവർ ഈക്വൽ ആയിട്ടാണ്. C അതിൽ റിട്ടയർ ചെയ്ത് പോവാണ്. റിട്ടയർ ചെയ്തത് 31 മാർച്ചിൽ റിട്ടയർ ചെയ്യും. അവരുടെ ബാലൻസ് ഷീറ്റിന്റെ ഡേറ്റ് ഡിസംബർ ആണ്. ഡിസംബറിലാണ് അവരുടെ ബാലൻസ്, ഡിസംബർ 2009 ബാലൻസ് ഷീറ്റ്. ക്ലോസിംഗ് ഡേറ്റ് ഡിസംബർ ആണ്. ഇനി അയാൾ റിട്ടയർ ചെയ്ത് പോണത് മാർച്ചിൽ, ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസം കഴിയുമ്പോൾ, ഓപ്പണിംഗ് ഡേ തുടങ്ങി 3 മാസം ആയ സമയത്ത്, 3 മാസം കഴിയുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്തുകൊണ്ട് റിട്ടയർ ചെയ്ത് പോകണം. ഇനി അവരുടെ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റീവാല്യൂഡ് അറ്റ് ₹48,000. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വില 48,000 കൂടി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് ഒരു വിലയുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വില അവിടെ 40,000 ഉള്ളൂ. 40,000 എന്നത് 48,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. 8,000 rupees കൂടുതലാണ് വരുന്നത് അഡ്ജസ്റ്റ്മെന്റ് പ്രകാരം. അതായത് ഇപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വില വാല്യൂ ചെയ്തപ്പോൾ 48,000 ഉണ്ട്, 8,000 rupees ഇൻക്രീസ്ഡ്. അപ്പൊ 8,000 രൂപ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫേമിന് പ്രോഫിറ്റ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതാം. അടുത്ത അഡ്ജസ്റ്റ്മെന്റ് വായിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂഡ് അറ്റ് ₹4,500.
ഇൻവെസ്റ്റ്മെന്റിന്റെ വില 4500 ആണ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ വില നിശ്ചയിക്കുമ്പോൾ 4500. അപ്പോൾ നമ്മൾ നോക്കാം, ബാലൻസ് ഷീറ്റിലേക്ക് പോവാം. നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് 5000 ആണ്. 5000 എന്നത് ഇപ്പോൾ വില 5000 റുപ്പീസ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിന്റെ വാല്യൂ 4500 ഉള്ളൂ. 500 റുപ്പീസ് അത് ഡിക്രീസ് ആണ്. അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ആകുമ്പോൾ ഫേമിനെ സംബന്ധിച്ച് ലോസ് ആണ്, ഡെബിറ്റ് സൈഡിൽ കൊടുക്കും. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഇൻവെസ്റ്റ്മെന്റ് വരിക. ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ 5000 ആണ്. നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ കിടക്കുന്നത് 4500 ആണ്. ഈ 4500 പറയുമ്പോൾ 500 റുപ്പീസ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ 500 റുപ്പീസ് കുറഞ്ഞു. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ കുറയുമ്പോൾ നഷ്ടമായതുകൊണ്ട് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ 500 റുപ്പീസ് എഴുതാം. അടുത്തത് ഡെറ്റേഴ്സ് ആർ ഓൾ ഗുഡ്. ഡെറ്റേഴ്സ് ഗുഡ് ആണ് വെച്ചാൽ ഇനി ഡൗട്ട്ഫുൾ ഡെറ്റ് ഇല്ല. അപ്പൊ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കിടക്കുന്ന ഡൗട്ട്ഫുൾ ഡെറ്റിന്റെ വാല്യൂ ഫുള്ളായിട്ട് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതണം. ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് പറഞ്ഞാൽ പണം നമുക്ക് കിട്ടുമോ എന്ന് ഡൗട്ടാണ്, നഷ്ടമായിട്ടാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. നഷ്ടമാകും എന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. പക്ഷെ അതിന് മുതൽ നഷ്ടമല്ല, അത് തരാനുള്ള വ്യക്തി ഫുൾ എമൗണ്ട് നമുക്ക് ഡ്യൂ ആയ എമൗണ്ട് ഫുള്ള് നമ്മൾ റിസീവ് ചെയ്തു എന്നാണ്. അപ്പൊ നമ്മൾ കണക്കാക്കി നമ്മൾ നേരത്തെ നഷ്ടമെന്ന് വിചാരിച്ചിരുന്ന എമൗണ്ട് അതെന്തായി നമുക്ക് ഇൻകം ആയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ കിടക്കുന്ന പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റിന്റെ വില റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അടുത്തത് സ്റ്റോക്ക് agreed to be what rupees 8700. സ്റ്റോക്കിന്റെ വില 8700 ആയി. agreed to rupees ആണ്, 8700 ആണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ സ്റ്റോക്കിന്റെ വില നോക്കുക. സ്റ്റോക്കിന്റെ വില 9500 ആണ്. ബാലൻസ് ഷീറ്റിൽ 9500 ആണ്, അഡ്ജസ്റ്റ്മെന്റിൽ അത് 8500 ആണ്. അപ്പോൾ 8700 ആണ്. ബാലൻസ് ഷീറ്റിൽ 9500ഉം അഡ്ജസ്റ്റ്മെന്റിൽ 8700ഉം. അപ്പൊ അഡ്ജസ്റ്റ്മെന്റിൽ സ്റ്റോക്കിന്റെ വില കുറവാണ്. അപ്പോൾ നഷ്ടമായതുകൊണ്ട് അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ ഫേമിന് നഷ്ടമായതുകൊണ്ട് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഇത്രയാണ് നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നതിൽ ഇത്രേ ഉള്ളൂ. ഇനി വരുന്നത് ഗുഡ് വിൽ അഡ്ജസ്റ്റ്മെന്റ് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഒരിക്കലും വരാറില്ല. പിന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ് അതൊരിക്കലും റീവാലുവേഷൻ അക്കൗണ്ടിൽ വരില്ല. അത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഗുഡ് വിൽ ആയാലും അതേപോലെ തന്നെ ഷെയർ ആയാലും റിട്ടയറിംഗ് പാർട്ട്ണറുടെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. എന്നാൽ റിമൈനിങ് പാർട്ട്നേഴ്സിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഗുഡ് വില്ലിന്റെ വാല്യൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ അത് രണ്ടും റീവാലുവേഷൻ അക്കൗണ്ടിൽ വരില്ല. പിന്നെ പറഞ്ഞത് റിട്ടയർ ചെയ്ത് പോകുന്ന അന്ന് തന്നെ ഫേമിലുള്ളവര് 11,100 പെയ്ഡ് ഇൻ ക്യാഷ് ആയിട്ട് കൊടുക്കും. അതും റീവാലുവേഷൻ അക്കൗണ്ടുമായിട്ട് ബന്ധമില്ല, അത് ക്യാപിറ്റൽ അക്കൗണ്ടുമായിട്ട് ബന്ധമുള്ള ഐറ്റംസ് ആണ്. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ടിൽ വരുന്നത് ഡെബിറ്റ് സൈഡിൽ ഫേമിൽ വരുന്ന എക്സ്പെൻസസും ലോസസും, ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസും പ്രോഫിറ്റ്സും ആണ് വരിക. ബാലൻസ് ചെയ്ത് കിട്ടുന്നത് ഐദർ പ്രോഫിറ്റ് ആയിരിക്കും ഓർ ലോസ് ആയിരിക്കും. എനിവേ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. റീവാലുവേഷൻ അക്കൗണ്ടിൽ പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് അതാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ ഫോം അങ്ങനെയാണ്. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്നാണ്. ഇതിൽ നേരത്തെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ വായിച്ചതിൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വില 48,000 ആണ്. ബാലൻസ് ഷീറ്റിൽ അത് 40,000 ആണ്. 8,000 റുപ്പീസ് ഇൻക്രീസ് ആയതുകൊണ്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 8,000 റുപ്പീസ് റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ വരും. പ്രോഫിറ്റ് ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരും.
അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് ബാലൻസ് ഷീറ്റിൽ 5000 ആണ്, അഡ്ജസ്റ്റ്മെന്റിൽ 4500 ഉള്ളൂ. അത് 500 റുപ്പീസ് ഇൻവെസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റിൽ കുറവായത് കൊണ്ട് ഫേമിന് ലോസ് ഡെബിറ്റ് സൈഡിൽ എഴുതണം. അടുത്ത ഐറ്റം ഡെറ്റേഴ്സ് ഫുള്ളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ളത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കിടക്കുന്ന പ്രൊവിഷന്റെ വാല്യൂ നമുക്കിനി ലാഭമാണ്. അത്രയും രൂപ നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് നമുക്ക് ഓൾ ഗുഡ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഈ 800 റുപ്പീസ് നമുക്ക് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം? റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പ്രൊവിഷൻ 800 റുപ്പീസ്. അടുത്ത പോയിന്റ് കിടക്കുന്നത് സ്റ്റോക്ക് അഗ്രീഡ് ടു ബി വർത്ത് റുപ്പീസ് 8700. ബാലൻസ് ഷീറ്റിൽ സ്റ്റോക്കിന്റെ വില 9500 ആണ്. 9500 എന്നത് 8700 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ 800 റുപ്പീസ് കുറഞ്ഞു. 800 റുപ്പീസ് സ്റ്റോക്ക് കുറയുമ്പോൾ ഫേമിന് നഷ്ടമാണ്. അതുകൊണ്ട് അത് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതി സ്റ്റോക്ക് 800. അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്തു 8,800 ബാലൻസ് ചെയ്യുമ്പോൾ 7,500 ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ബാലൻസ് ചെയ്ത് കിട്ടുന്ന തുക ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇവര് ഈക്വൽ പാർട്ട്നേഴ്സ് ആണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഈക്വൽ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? ഈ തുക ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. എക്ക് എത്ര രൂപ വരും നോക്കാം. 7,500 ഡിവൈഡഡ് ബൈ 3. $2,500 വെച്ച് 3 പേർക്കും കൊടുക്കാം. 2,500 സി 2,500 അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യും. ഇത് ഡിവൈഡ് ചെയ്തതിന് ശേഷം വേഗം അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്താൽ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നമ്മൾ അടുത്ത പ്രിപ്പയർ ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സ് 3 പേരുണ്ട്. 3 പേർക്കും കൂടി നമ്മൾ ഒരുമിച്ച് കൊടുക്കും. 3 പേർക്കും കൂടി അക്കൗണ്ട് വരയ്ക്കുമ്പോൾ എ ബി സി ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മൾ എപ്പോഴും എഴുതേണ്ടത് ബാലൻസ് ബ്രോ ഡൗൺ ആയിരിക്കും. ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചാൽ ഏത് സമയത്തും ഏത് പ്രോബ്ലത്തിലും ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചാൽ ഫസ്റ്റ് എഴുതേണ്ട ഐറ്റം ബാലൻസ് ബ്രോ ഡൗൺ ആണ്. ഇതിന്റെ തുക കിടക്കുന്നത് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിലായതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോകണം. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് നോക്കാം. 25,000, 24,000, 26,000 ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ എമൗണ്ട് ഉള്ളത്. ആദ്യത്തെ 24,000, 25,000, 24,000, 25,000, 26,000 ഇങ്ങനെ 3 ക്യാപിറ്റൽ എമൗണ്ട് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ നിന്നാണ് നമ്മൾ അതെടുത്ത് എഴുതാം. അടുത്തത് വരുന്നത് റീവാലുവേഷന്റെ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്തപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ഉണ്ട് 2,500, 2,500, 2,500. അവർ ഈക്വൽ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് ഈക്വൽ ആയിട്ട് 3 പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നോക്കേണ്ടത് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ റിസർവ് ഉണ്ടോ നോക്കാം. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ റിസർവ് ഉണ്ട്. ഈക്വൽ പാർട്ട്ണർ ആണ്. അപ്പൊ റിസർവ് നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കാം. റിസർവ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. റിസർവ് നമ്മൾ ഈക്വൽ ആയി റിസർവ് ഡിവൈഡ് ചെയ്യാം. 3,600 ആണ് ബാലൻസ് ഷീറ്റിലുള്ളത്. ഡിവൈഡ് ചെയ്യുമ്പോൾ 1,200
1200 1200 അതായത് 3600 ഡിവൈഡഡ് ബൈ 3. അങ്ങനെ 3 പേർക്കും 1200 വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ നിന്ന് ഒന്നും കിട്ടാൻ വഴിയില്ല. ഒരു സാധനവും ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിലില്ല. ഉള്ളത് നമ്മൾ എഴുതി കഴിഞ്ഞു. ബാലൻസ് ബ്രോ ഡൗൺ എഴുതി, റിസർവ് എഴുതി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഗുഡ് വിൽ ഉണ്ടോ എന്നാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക, ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ ഗുഡ് വിൽ ഉണ്ടോ എന്ന് നോക്കാം. ഗുഡ് വിൽ നമുക്ക് അസറ്റ് സൈഡിൽ ഇല്ല. അപ്പൊ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ് എല്ലാം നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് അതില് അഡ്ജസ്റ്റ്മെന്റിലെ ഗുഡ് വിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഗുഡ് വിൽ be valued at 2 years purchase of average profit of 3 years. The profits were 18,500, 8,700, 5,600 ലോസ് ആണ്. അപ്പൊ നമ്മൾ ഗുഡ് വില്ല് കണ്ടുപിടിക്കും. ഇവിടെ ഗുഡ് വിൽ ഈക്വൽ ടു 2 years purchase of average profit, 2 into average profit. Good will equal to 2 years purchase of average profit. അപ്പൊ നമ്മൾ എഴുതുന്നത് എന്താണ്? 2 into average profit. ഇനി ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് കാണാനായിട്ട് നമ്മൾ 18,500 പ്ലസ് 8,700 5,600 ലോസ് ആണ്. അതുകൊണ്ട് അത് എന്ത് ചെയ്ത് കൊടുക്കണം? മൈനസ് ചെയ്ത് കൊടുക്കണം. ഡിവൈഡഡ് ബൈ 3. കാൽക്കുലേറ്റ് ചെയ്യുക. 26, 27, 200, 27,200 വരും. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 27,200 മൈനസ് 5,600 മൈനസ് ചെയ്ത് കൊടുക്കുക. 21,600 നമുക്ക് കിട്ടും. ഈക്വൽ ടു 21,600 ഡിവൈഡഡ് ബൈ 3 കിട്ടുമ്പോൾ 7,200 നമുക്ക് ഗുഡ് വില്ല് കിട്ടി. ഈ 7,200 ആവറേജ് പ്രോഫിറ്റ് ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്ത് ഇൻറ്റു 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫേമിന്റെ മൊത്തം ഗുഡ് വില്ലായി. ആവറേജ് പ്രോഫിറ്റിനോട് കൂടി ഇൻറ്റു 2 ചെയ്യണം. 2 years പർച്ചേസ് ആണ്. അപ്പൊ നമ്മുടെ ഗുഡ് വില്ല് കിട്ടി നമുക്ക് 14,400 ഫേമിന്റെ മൊത്തം ടോട്ടൽ ഗുഡ് വില്ല് കിട്ടി. ഈ 14,400. ഇനി അതിൽ റിട്ടേൺ ചെയ്ത് പോണ ആള് സി ആയതുകൊണ്ട് സി ഷെയർ ഓഫ് ഗുഡ് വിൽ കണ്ടുപിടിച്ച് സി ഷെയർ ഓഫ് ഗുഡ് വില്ല് 14,400 ഇൻറ്റു 1/3. നമ്മൾ വീണ്ടും അയാൾ സിയുടെ ഷെയർ ആണ് കണ്ടുപിടിക്കുന്നത്. സിയുടെ ഷെയർ കണ്ടുപിടിക്കുമ്പോൾ 4,800 കിട്ടി. അയാളുടെ ഷെയർ ആണ് 4,800 സിയുടെ മാത്രം. ഇത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ റിട്ടയർ ചെയ്ത് പോകുന്നത് സി ആയതുകൊണ്ട് അവർക്ക് പൈസ കൊടുക്കേണ്ടത് എയും ബി ആണ്. എയും ബിയും ആണ് സിക്ക് ഗുഡ് വില്ലിന്റെ ഷെയർ കൊടുക്കേണ്ട ആളുകൾ. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ടു സി ക്യാപിറ്റൽ എന്ന് എഴുതി സിയുടെ 4,200-നെ അവർ ഈക്വൽ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് 2 പേർക്ക് ഡിവൈഡ് ചെയ്ത് എയുടെ അക്കൗണ്ടിൽ നിന്ന് 2,100-ഉം ബിയുടെ അക്കൗണ്ടിൽ നിന്ന് 2,100-ഉം എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ട് അത്രയും തുക അവിടെ നിന്ന് പിൻവലിച്ചിട്ട് നമ്മൾ എവിടേക്ക് കൊടുക്കും? സിക്ക് കൊടുക്കും. അപ്പൊ ബൈ ബി എ ക്യാപിറ്റല് സിക്ക് ആണ്, സിയുടെ കോളത്തിലാണ് വരിക. സിക്കാണ് എമൗണ്ട് കിട്ടേണ്ടത്. അപ്പോൾ സിയുടെ എമൗണ്ട് കോളത്തിലേക്ക് വരും. ഗുഡ് വില്ലിന്റെ എമൗണ്ട് 4,800, 2,400 ആണ് വരിക. ഇവിടെ സിയുടെ കോളത്തിൽ 2,400. അതേപോലെ ബിയുടെ ക്യാപിറ്റലും 2,400 വരും. അങ്ങനെ 4,800 റുപ്പീസ് ഗുഡ് വില്ലിന്റെ പേരിൽ സിക്ക് കിട്ടും. സിയുടെ ഷെയർ ഓഫ് ഗുഡ് വില്ല് സിക്ക് കിട്ടും. അത് സിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് വരിക.
അതേസമയം എയുടെയും ബിയുടെയും അക്കൗണ്ടിൽ നിന്ന് അത് തുക പോണത് കൊണ്ട്, പിൻവലിക്കുന്നത് കൊണ്ട് അവരുടെ അക്കൗണ്ടിൽ അത് ഡെബിറ്റ് സൈഡിലുമാണ് വരിക. ഇങ്ങനെയാണ് ഗുഡ്വില്ലിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ റെക്കോർഡ് ചെയ്യും. അതേപോലെ തന്നെ മറ്റൊരു അഡ്ജസ്റ്റ്മെന്റ് അവർ പറഞ്ഞത്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ബി കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് ആണ്. ആവറേജ് പ്രോഫിറ്റ് ആണ് ഈ വർഷത്തെ ലാഭം എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. എന്നിട്ട് അതില് സിയുടെ ഷെയർ എത്ര മാസം അയാള് സ്ഥാപനത്തിൽ ഈ വർഷം ഉണ്ടായിട്ടുണ്ടോ അത്രയും മാസത്തെ ഷെയർ ഓഫ് പ്രോഫിറ്റ് അയാൾക്ക് കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചതാണ് എത്ര? 7,200. ആവറേജ് പ്രോഫിറ്റ് 7,200 ആണ്. ഈ 7,200 ആണ് ഈ വർഷത്തെ പ്രോഫിറ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? എസ്റ്റിമേറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ, സിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ. ഇനി സി എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റ് ജനുവരി ആണ്, സി റിട്ടയർ ചെയ്ത് പോകുന്നത് മാർച്ച് 31-നാണ്. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ സിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ സിക്ക് കിട്ടാനുള്ള എമൗണ്ട് ആയതുകൊണ്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്നാണ് നമ്മൾ എഴുതുക. ആവറേജ് പ്രോഫിറ്റ് 7,200 ഇൻറ്റു അയാളുടെ ഷെയർ 1/3 ഇൻറ്റു അയാൾ സ്ഥാപനത്തിൽ അയാൾ ഉണ്ടായ സമയം 3 months, അപ്പോൾ 3/12. ഇങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ അയാളുടെ ഈ 3 മാസം സ്ഥാപനത്തിൽ ഉണ്ടായ 3 മാസത്തെ പ്രോഫിറ്റ് അയാളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ. ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 800 rupees വരും. അപ്പം നമ്മൾ എഴുതിയത് പി സസ്പെൻസ് അക്കൗണ്ട് ഇയാളുടെ അക്കൗണ്ടിൽ 800 rupees എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നേക്കാൾ മുൻപ് തന്നെ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അതിന് മുമ്പ് നമുക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റും കൂടി ഉണ്ട് അവിടെ. അത് സിക്ക് നമ്മൾ 11,100 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സിക്ക് കൊടുക്കുന്നുണ്ട്. സിക്ക് 11,100 രൂപ അപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ അതും കൂടി നോക്കിയിട്ട് വേണം ബാലൻസ് ചെയ്യാനായിട്ട്. എപ്പോഴും നമ്മൾ റിട്ടയർമെന്റിൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ റിട്ടയർ ചെയ്ത് പോകുന്ന ആളുടെ അക്കൗണ്ടാണ് നമ്മൾ ആദ്യം ബാലൻസ് ചെയ്യുക. അത് ബാലൻസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് 11,100 രൂപ ഫേമിൽ നിന്ന് അയാൾക്ക് ക്യാഷ് ആയിട്ട് ആ സമയത്ത് തന്നെ കൊടുക്കുന്നത് കൊണ്ട് അത് ഡെബിറ്റ് സൈഡിൽ നമ്മൾ പെയ്ഡ് ആണ്. ഫേമിൽ നിന്ന് കാശ് പോണത് കൊണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതി. ഇനി ഇത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ 26,000. $24, $34, $35,000, 35,100 ആണ് ടോട്ടൽ. ടോട്ടല് 35,100 വരും. അതിൽ നിന്ന് നമ്മൾ 11,100 മൈനസ് ചെയ്യുക. കിട്ടുന്ന തുക നമ്മൾ ഇവിടെ എഴുതാം. ലോണാണ്. 35,100 ആണ് ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുക. സിയുടെ ബാലൻസ് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുക. അതിൽ നിന്ന് ആ എമൗണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇതിൽ നിന്ന് ഈ എമൗണ്ട് മൈനസ് ചെയ്യുക. അയാൾക്ക് നമ്മൾ ഓൾറെഡി കൊടുത്ത തുക മൈനസ് ചെയ്യുക. ബാക്കിയുള്ള എമൗണ്ട് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സി ലോൺ എന്നും പറഞ്ഞ് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത 2 പേരുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ 25,000, 27,500, 28,700, 28,700, 24,000, 26,500, 27,500, 26, 27, 27,700 ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. 27,700, 27,700 നിന്ന്
2400 മൈനസ് ചെയ്യുമ്പോൾ 25,400 അതേപോലെ അടുത്ത ആളുടെ മൈനസ് ചെയ്യണം 24, 26, 27,700 25, 27, 28,700 അടുത്തത് 28,700 ആണ്. 28,700 നിന്ന് 2,400 മൈനസ് ചെയ്യുമ്പോൾ 26,300 വരും. 26,300 27,700 ന് 25 25,300 25,300 26,300 ആണ് നമുക്ക് വരിക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഇവരുടെ ബാലൻസ് ഷീറ്റ് ചെയ്യാം. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിന്റെ അസെറ്റ് സൈഡ് അതേപോലെ നമ്മൾ അസെറ്റ് സൈഡ് എന്താണോ അതേപോലെ നമ്മൾ ആൻസറിലേക്ക് പകർത്തിയതാണ് ചെയ്യാം. അപ്പൊ ആൻസറിൽ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിലെ ഫസ്റ്റ് ഐറ്റം ഏതാണ് അത് തന്നെ എടുത്ത് എഴുതും. അവിടെ മാറ്റം വരുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എഴുതുമ്പോൾ 8,000 ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിലെ വാല്യൂവിനോട് കൂടി ആഡ് ചെയ്ത് എഴുതണം. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് എഴുതുമ്പോൾ മൈനസ് ചെയ്യണം, സ്റ്റോക്ക് എഴുതുമ്പോൾ മൈനസ് ചെയ്യണം, ഡെറ്റേഴ്സിന്റെ കൂടെ പ്രൊവിഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. അസെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആയ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ അസെറ്റ് വന്നാൽ ബാലൻസ് ഷീറ്റിലുള്ള വിലയിനോട് കൂടി ആഡ് ചെയ്തിട്ട് വേണം ന്യൂ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതാൻ. അതേസമയം ഡെബിറ്റ് സൈഡിൽ വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിലുള്ള വിലയിൽ നിന്നത് മൈനസ് ചെയ്തിട്ട് വേണം എഴുതാൻ. ഇനി ഈ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പുതിയതായി കണ്ടുപിടിച്ചിട്ടുള്ള എമൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിന്റെ അസെറ്റ് സൈഡിലാണ് നമ്മൾ എഴുതാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിന്റെ അസെറ്റ് സൈഡിൽ നമ്മൾ കാണിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ നിന്ന് റിസർവ് നമ്മൾ റെക്കോർഡ് ചെയ്യാറില്ല. നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് 500 rupees ആണ് ക്യാഷ് ഇൻ ഹാൻഡ് ഉള്ളത്. പക്ഷെ നമ്മുടെ ഫേമിന്റെ കയ്യിൽ ആകെ 500 രൂപയുള്ളൂ. പക്ഷെ നമ്മൾ പാർട്ട്ണർക്ക് കൊടുക്കുന്നത് 11,100 രൂപ നമ്മൾ പാർട്ട്ണർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫേമിന്റെ കയ്യിൽ ക്യാഷിൽ നിന്ന് മൈനസ് ചെയ്യാനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്കിൽ നിന്ന് 11,100 മൈനസ് ചെയ്തിട്ട് വേണം ബാലൻസ് ഷീറ്റ് എഴുതാനായിട്ട്. ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ 27,800 മൈനസ് 11,100 ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് 500 അതേപോലെ തന്നെ നമ്മൾ എഴുതി വെക്കും. ഡെറ്റേഴ്സ് എഴുതുമ്പോൾ 10,000 ആണ് എഴുതാം, ഫുൾ എമൗണ്ട് എഴുതണം. അത് 9,200 കൂടെ റീവാലുവേഷന്റെ ക്രെഡിറ്റ് സൈഡിലുള്ള 800 ആഡ് ചെയ്തിട്ട് 10,000 എഴുതണം. സ്റ്റോക്ക് 9,500 നിന്ന് റീവാലുവേഷന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ള തുക മൈനസ് ചെയ്തിട്ട് വേണം എഴുതാൻ. ഇൻവെസ്റ്റ്മെന്റ് 5,000 നിന്ന് റീവാലുവേഷന്റെ ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ട് മൈനസ് ചെയ്തിട്ട് എഴുതണം. ബിൽഡിംഗ് റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലുള്ള തുക ആഡ് ചെയ്തിട്ട് വേണം ബാലൻസ് ഷീറ്റിൽ എഴുതാനായിട്ട്. ക്രെഡിറ്റേഴ്സിന് മാറ്റമില്ല. ജനറൽ റിസർവ് ഓൾറെഡി ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് കൊണ്ട് അതിന് എഴുതണ്ട. എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് മാറ്റമില്ല, അതിന് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല, റീവാലുവേഷൻ അക്കൗണ്ട് വന്നിട്ടില്ല. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതാം. ഇനി എഴുതേണ്ടത് സിയുടെ ലോണിന്റെ എമൗണ്ട് ആണ് നമ്മൾ എഴുതാം. സിയുടെ ലോൺ ആണ് പിന്നെ എഴുതാം. സിയുടെ ലോൺ എഴുതിയതിന് ശേഷം എയുടെ ക്യാപിറ്റൽ എഴുതണം, അതേപോലെ തന്നെ ബിയുടെ ക്യാപിറ്റലും എഴുതണം. ബാലൻസ് ഷീറ്റ് നമ്മൾ ടാലി ചെയ്യണം. അപ്പൊ ബാലൻസ് ഷീറ്റ് നിങ്ങൾ ചെയ്ത് നോക്കാം. നമ്മൾ അഡ്മിഷൻ ചാപ്റ്ററിൽ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഫുള്ള് ബാലൻസ് ഷീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എഴുതുന്നത്. അപ്പൊ ബാലൻസ് ഷീറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കാം.
അവിടെ നമുക്ക് വ്യത്യാസം അഡ്മിഷനിൽ നിന്ന് റിട്ടയർമെന്റിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം വരുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ്. മറ്റ് റീവാലുവേഷൻ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചെയ്യുന്ന മെത്തേഡ് സെയിമാണ്. അപ്പൊ ബാലൻസ് ഷീറ്റ് നിങ്ങൾ ചെയ്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ വന്നിട്ടുള്ള എമൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ്മെന്റിൽ വന്നിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്താലാണ് ബാലൻസ് ഷീറ്റ് നമ്മുടെ ടാലി ആവുള്ളൂ. അതേപോലെ കാൽക്കുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്ത് നോക്കണം. കാൽക്കുലേഷൻസിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിന്റെ എമൗണ്ട് ടാലി ആവില്ല. അപ്പൊ അത് കൃത്യമായിട്ട് നോക്കി ബാലൻസ് ഷീറ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. കൃത്യമായിട്ട് തന്നെ ബാലൻസ് ഷീറ്റ് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേറെ മോഡലാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആ മോഡൽ ക്വസ്റ്റ്യനിൽ നമുക്ക് സാധാരണ അഡ്മിഷനിലും റിട്ടയർമെന്റിലും ഒന്നും തരാത്ത മോഡലാണത്. പക്ഷെ ചോദിച്ചേക്കുന്നത് പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ചെയ്യണം. പക്ഷെ നമുക്ക് ഇത്രയും നാൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യന്റെ മോഡലല്ല. അതാണ് ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് കൃത്യമായിട്ട് വായിച്ചു നോക്കി ഇതിൻ്റെ ഉള്ളിൽ എന്താണ് തന്നിട്ടുള്ളത്. പോയിന്റ് വൈസ് ഒന്നൊരു പാരഗ്രാഫാണ്. അപ്പൊ അത് കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം റീവാലുവേഷൻ അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്യാം. റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ വരയ്ക്കുന്ന പോലെ തന്നെ റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാം. ക്വസ്റ്റ്യന്റെ ഫോമിൽ വരുന്ന മാറ്റം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും ഇതിന് ഇല്ല. ക്വസ്റ്റ്യൻ വായിക്കാം. ABCR partners sharing profits and losses equally. Their capitals are 50,000, 60,000, 20,000, 25,000 respectively as on 31st December 2016. അവരുടെ ക്ലോസിംഗ് ഡേറ്റ് ഡിസംബർ ആണ്. സി ആണ് ഇവിടെ റിട്ടയർ ചെയ്ത് പോണത്. On the date of retirement, the firm had general reserve, building appreciated by 20,000, machinery 16,000, stock value is less by 6,000 and unrecorded liability to the extent of 3,000. ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കിടക്കുന്നത്. അതിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ബിൽഡിങ്ങിന്റെ വില അപ്രീഷിയേറ്റഡ് ബൈ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ 20,000 രൂപ ബിൽഡിങ്ങിൽ കൂടി എന്നാണ് പറഞ്ഞത്. 20,000 രൂപ കൂടി. അപ്പൊ 20,000 രൂപ നമ്മൾ നേരെ എടുത്ത് എഴുതി കൊടുക്കും. ബിൽഡിംഗ് അപ്രീഷിയേറ്റഡ് ബൈ ആയതുകൊണ്ട് നേരെ നമ്മൾ എഴുതി കൊടുക്കും. അതേപോലെ തന്നെ മെഷീനറി അപ്രീഷിയേറ്റഡ് ബൈ എന്നാണ്. അതവിടെ അണ്ടർസ്റ്റുഡ് ആണ്. മെഷീനറി അപ്രീഷിയേറ്റഡ് ബൈ 16,000 ആണ്. അതും അപ്പൊ ഇൻക്രീസ് ആയതുകൊണ്ട് അതിന്റെ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കും. മെഷീനറി 16,000 രൂപ. അടുത്ത വന്നത് സ്റ്റോക്ക് വാല്യൂ ഈസ് ലെസ് ആണ്, കുറവാണ്. സ്റ്റോക്കിന്റെ വില ബൈ 6,000 കുറവായതുകൊണ്ട് നേരെ ഡെബിറ്റ് സൈഡിൽ കൊടുക്കും. സ്റ്റോക്കിന്റെ വാല്യൂ കുറവായതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ കൊടുക്കും 6,000 രൂപ. ഇനി ആൻഡ് അൺറെക്കോർഡഡ് ലാബിലിറ്റി ടു ദ എക്സ്റ്റെൻഡ് ഓഫ് 3,000. അൺറെക്കോർഡഡ് ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ഒരു 3,000 രൂപ ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായി പോകും. അതാണ് അൺറെക്കോർഡഡ് ലാബിലിറ്റി. അപ്പൊ നമ്മൾ എഴുതി ഔട്ട്സ്റ്റാൻഡിങ് ലാബിലിറ്റി എന്നും പറഞ്ഞ് ആ എമൗണ്ട് ഇവിടെ എഴുതി. അതിന്റെ എമൗണ്ട് എത്രയാണ് രൂപ? 3,000 ആണ്. ഔട്ട്സ്റ്റാൻഡിങ് ലാബിലിറ്റി 3,000. ഇത്രയേ ഉള്ളൂ നമ്മുടെ റീവാലുവേഷൻ അക്കൗണ്ടിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്. നമ്മൾ നേരെ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കൊടുത്തു. 36,000 ക്രെഡിറ്റ് സൈഡിൽ വന്ന് 36,000 നിന്ന് 9,000 മൈനസ് ചെയ്ത് 27,000 ഇവിടെ വന്ന് അതിന് നമ്മൾ ക്യാപിറ്റൽ എന്ന് കൊടുത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതിന് നമ്മൾ 3 പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്ത് 27,000 ഈക്വൽ ആയതുകൊണ്ട് 3, 9,000 വെച്ച് 3 പേർക്കും അക്കൗണ്ടിലേക്ക് അത് വരും. ഈ 27,000 അവർ ഈക്വൽ പാർട്ട്ണർ ആണ്.
ഡിവൈഡ് ചെയ്ത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊടുത്ത് നേരെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് കഴിഞ്ഞ് ഇനി നമ്മളോട് അവർ പറഞ്ഞേക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാനാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മളോട് എമൗണ്ട് ഡ്യൂ ടു അല്ല, റിട്ടയറിംഗ് പാർട്ട്ണറുടെ എമൗണ്ട് കണ്ടുപിടിക്കാനല്ല പറഞ്ഞേക്കുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. 3 കോളം കൊടുത്തിട്ട് അവർക്ക് 3 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ഒരേപോലെ നമ്മൾ വരച്ച് കണ്ടുപിടിക്കാം. അപ്പൊ അടുത്തത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് സാധാരണ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുന്ന പോലെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ചെയ്യാം. ABC 3 പേര്. ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചാൽ ഫസ്റ്റ് എഴുതേണ്ടത് ബാലൻസ് ബ്രോ ഡൗൺ ആണ്. ഫസ്റ്റ് തന്നെ എഴുതാം നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ. അതിലൊരു മാറ്റവും വരാൻ പാടില്ല. ബാലൻസ് ബ്രോ ഡൗൺ എഴുതുമ്പോൾ 50,000, 60,000, 25,000 ആണ്. എഴുതി 50,000, 60,000, 25,000. ഇനി നമുക്ക് റിട്ടയർമെന്റ് ആയതുകൊണ്ട് നേരെ റീവാലുവേഷന്റെ പ്രോഫിറ്റ് നമുക്ക് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാം. റീവാലുവേഷൻ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് ഓരോരുത്തർക്കും 9,000 റുപ്പീസ് വെച്ച് കിട്ടും. 9,000 റുപ്പീസ് എടുത്ത് എഴുതി. ഇനി നമ്മളൊന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകുക. അതിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കാം. ക്വസ്റ്റ്യനില്ല. ഫേം ഹാഡ് ജനറൽ റിസർവ് എന്നുണ്ട്, പക്ഷെ ജനറൽ റിസർവിന്റെ എമൗണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പൊ ജനറൽ റിസർവ് നമുക്ക് എഴുതാനായിട്ട് പറ്റിയില്ല. ഇനി നമുക്ക് വേറൊരു അഡ്ജസ്റ്റ്മെന്റും അവിടെ ഇല്ല. നേരെ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കൊടുക്കാം. അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കൊടുക്കാം. 59,000, 69,000, 34,000. നേരെ അതേ തുക ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 59, 69, 34. അത് മുകളിലേക്ക് നമ്മൾ കയറ്റി അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കാണിക്കുക. 59,000, 69,000, 34,000. എന്നിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അവിടെ റിട്ടയർ ചെയ്ത വ്യക്തി ആരാണെന്ന് കറക്റ്റായിട്ട് നോക്കണം. എന്നിട്ട് അയാളുടെ മാത്രം നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അയാളുടെ 34,000 ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ. ബാക്കി 2 പേരുടെ റിട്ടയർ ചെയ്യാത്തവരുടെ നമ്മൾ നേരെ ബാലൻസ് ക്യാരി ഡൗണും റിട്ടയർ ചെയ്യുന്ന ആളുടെ നേരെ ലോൺ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ റിസർവ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സൈഡിൽ റിസർവ് എഴുതും, ഈക്വൽ ആയിട്ട് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർവിന്റെ എമൗണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട? റെക്കോർഡ് ചെയ്യേണ്ട. അത് ക്വസ്റ്റ്യനിലെ മിസ്റ്റേക്ക് ആയിരിക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആ റിസർവ് ഉണ്ട്, ഫേം ഹാഡ് റിസർവ് എന്ന് പറഞ്ഞ സെന്റൻസ് ഉണ്ട്, പക്ഷെ അതിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ ഇല്ല. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഉള്ള ഏതെങ്കിലും ഒരു എമൗണ്ട് എടുത്ത് ഇവിടെ ഡിവൈഡ് ചെയ്യാനൊന്നും പാടില്ല. അവിടെ റിസർവിന്റെ എമൗണ്ട് തന്നെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതേപോലെ ക്വസ്റ്റ്യനിൽ എന്ത് വരാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് എന്നോ ലോസ് എന്നോ പറഞ്ഞു തരാം. അത് നമ്മൾ ലോസ് ആണെങ്കിൽ, ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡില് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ബാലൻസ് ചെയ്ത് കൊടുക്കാൻ? അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്ത് കൊടുക്കാനായിട്ട്. എപ്പോഴും അങ്ങനെ അത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യനിൽ ഓരോ സെന്റൻസും വായിച്ചിട്ട് വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. അവിടെ ചില മിസ്റ്റേക്കുകൾ ഉണ്ടാകും. ചിലപ്പോൾ ഡീഡ് പ്രകാരം പറയുന്ന ചില കാര്യങ്ങൾ, ഡീഡ് പ്രകാരം നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾ നമ്മൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ അവർ പകർത്തി തരും. അപ്പൊ അതിൽ പല കാര്യങ്ങളും നമ്മുടെ സ്ഥാപനത്തിന്റെ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതാണ്. അത് ക്വസ്റ്റ്യനിൽ തന്നു എന്നും പറഞ്ഞ് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ എഴുതണമെന്ന് നിർബന്ധമില്ല. എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ കാരണം.
അടുത്ത പ്രോബ്ലം നോക്കുക. അടുത്തത് ഡെത്ത് ആണ്. ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ആണ്. നമ്മുടെ റിട്ടയർമെന്റിന്റെ പോർഷൻസ് കംപ്ലീറ്റ് ആയി. അതിൽ തന്നെ നമുക്ക് അടുത്ത ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയി സംഭവിക്കുന്ന ഒരു ഇവന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഡിസീസ്ഡ് പാർട്ട്ണർക്ക് ഫേമിൽ നിന്ന് കിട്ടാനുള്ള ഡ്യൂ ആയിട്ടുള്ള എമൗണ്ടുകൾ അത് റിസീവ് ചെയ്യുന്നത് അയാളുടെ എക്സിക്യൂട്ടർ ആയിരിക്കും. അപ്പൊ അവിടെ പ്രത്യേകിച്ച് ഓർക്കേണ്ടത്, ഡിസീസ്ഡ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡിസീസ്ഡ് പാർട്ട്ണറുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിനാണ്, ലീഗൽ ഹെയറിനാണ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടർക്കാണ്. ഇതിൽ ഏത് പറഞ്ഞാലും കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ആണ്. അത് ഓർത്തിട്ട് വേണം നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്തു തുടങ്ങാനായിട്ട്. ഇവിടെ നമുക്ക് പറയുന്നതാണ് 3 പാർട്ട്നേഴ്സ് തന്നിട്ടുണ്ട്. അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ തന്നിട്ടില്ല. പക്ഷെ ക്ലോസിംഗ് ഡേറ്റ് 31 ഡിസംബർ ആണ് അവരുടെ ക്ലോസിംഗ് ഡേറ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. അടുത്ത ഭാഗം അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. സി ഡൈഡ്, അയാൾ 31 മാർച്ചിലാണ് മരിക്കുന്നത്. പിന്നെ അയാൾക്ക് കൊടുക്കേണ്ടതാണ് എന്തൊക്കെ ആ പാർട്ട്ണർക്ക് ഫേമിൽ നിന്ന് കൊടുക്കാനുണ്ട്. അയാളുടെ ക്യാപിറ്റലിന്റെ എമൗണ്ട് കൊടുക്കണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം, റിസർവ് ഉണ്ടെങ്കിൽ അതിന്റെ ഷെയർ കൊടുക്കണം, ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രീവിയസ് ഇയർ പ്രോഫിറ്റ്. എന്നിട്ട് 3 പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. അതിൽ മൂന്നാമത് കിടക്കുന്ന പ്രോഫിറ്റ് ആണ് പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ എടുക്കാം. അപ്പൊ അതിൽ നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കാം പ്രോഫിറ്റ്, ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് എന്നും പറഞ്ഞ അക്കൗണ്ടിലാണ് നമ്മളത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്ന ഒരു അക്കൗണ്ടിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. വായിച്ചു നോക്കുക. ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രീവിയസ് ഇയേഴ്സ് പ്രോഫിറ്റ്. പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് നമുക്ക് നെക്സ്റ്റ് പോയിന്റിൽ കിടക്കുന്നുണ്ട്. ദ പ്രോഫിറ്റ്സ് വേർ 5,000, 7,000, 6,000 റെസ്പെക്റ്റീവ്ലി. അപ്പൊ പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6,000 ആണ്. 6,000 ഇൻറ്റു 1/3 ഇൻറ്റു റേഷ്യോ. ക്വസ്റ്റ്യനില് റേഷ്യോ ഉണ്ടോ നോക്കുക. അവരുടെ റേഷ്യോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ക്വസ്റ്റ്യനില് റേഷ്യോ തന്നിട്ടുണ്ടോ നോക്കുക. റേഷ്യോ ഇല്ല. ഫസ്റ്റ് ബാലൻസിൽ റേഷ്യോ ഇല്ല. അപ്പൊ അവിടെ റേഷ്യോ ഈക്വൽ ആണ്. അപ്പൊ അവിടെ ഈ 1/3 എടുക്കുക. ഇനി 3 months അയാളുടെ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുള്ളൂ. 3 months എടുക്കാം. അപ്പൊ അത്രയും തുകയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രോഫിറ്റ് ആയിട്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട തുക. അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 500 rupees ആണ് പ്രോഫിറ്റ്, ഷെയർ ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് എന്ന പേരിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട എമൗണ്ട്. അടുത്ത പോയിന്റ് പറഞ്ഞത് ഹിസ് ഷെയർ ഓഫ് ദ ഗുഡ് വിൽ ഓഫ് ദ ഫേം ഈസ് വാല്യൂഡ് അറ്റ് ട്വൈസ് ദ ആവറേജ് പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് 3 years ആണ്. അപ്പൊ ഗുഡ് വില്ല് നമ്മളിവിടെ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ അടുത്ത നമ്മൾ ഗുഡ് വില്ല് കണ്ടുപിടിക്കാണ്. ഗുഡ് വിൽ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു ട്വൈസ് എന്ന് പറയുമ്പോൾ 2 ആണ്. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 2. ഇനി ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ 5,000 പ്ലസ് 7,000 പ്ലസ് 6,000 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2. ഇതാണ് ഗുഡ് വില്ലിന്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ 5,000 പ്ലസ് 7,000 12,000, 12,000 plus 6,000, 18,000 divided by 3 into 2. 18,000 divided by 3 into 2 equal to 18,000 divided by 18 divided by 3, 6, 6 into 2, 12. 12,000 എന്ത് കിട്ടി? ഗുഡ് വില്ല് കിട്ടി. ഫേമിന്റെ ഗുഡ് വില്ലാണ് 12,000 rupees. സ്ഥാപനത്തിന്റെ 3 പേർക്കും അവകാശപ്പെട്ട തുകയാണ്. നമുക്ക് സിയുടെ മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. സി ഷെയർ ഓഫ് ഗുഡ് വില്ല്,
C share of goodwill 12,000 into 1/3 equal to 4,000. നമുക്ക് 4,000 റുപ്പീസ് ആണ് സിക്ക് ഗുഡ്വില്ലിന്റെ പേരിൽ നമ്മൾ കൊടുക്കാൻ. ഇത്രയും കണ്ടുപിടിച്ച്. അപ്പൊ കാൽക്കുലേഷൻ പറഞ്ഞിട്ടുള്ളതിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് ഗുഡ്വില്ല് കണ്ടുപിടിച്ച്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റീവാല്യൂ ചെയ്തപ്പോ 50,000 ആയി. അപ്പൊ ബാലൻസ് ഷീറ്റ് നമുക്ക് നോക്കണം. ബാലൻസ് ഷീറ്റില് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വില 42,000 ആണ്. അത് 50,000 ആയി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്ത് വന്ന് ഒരു 8,000 റുപ്പീസ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൽ ഇൻക്രീസ് ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 8,000 റുപ്പീസ് ഇൻക്രീസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് 8,000 റുപ്പീസ് വരിക. അപ്പൊ അത് പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ആണ്. ഈ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ എന്ന് പറയുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വാല്യൂ ആണ്. പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഈക്വൽ ടു ലാൻഡിന്റെ ഇൻക്രീസ്ഡ് എമൗണ്ട് ആണ്. ലാൻഡിന്റെ വില ഇൻക്രീസ് ചെയ്തതാണ് പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ എന്ന് പറയുന്നത്. ലാൻഡിന്റെ വില ഇൻക്രീസ് ചെയ്തതാണ്. അപ്പൊ അത് 8,000 ആണ്. 8,000 റുപ്പീസ് ആണ് പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റില് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വില 42,000 ആണ്. അഡ്ജസ്റ്റ്മെന്റില് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വില 50,000 ആണ്. 42 50 നമ്മുടെ ഡിഫറൻസ് 8,000 റുപ്പീസ്. അഡ്ജസ്റ്റ്മെന്റിൽ ഈ വർഷം ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വില കൂടുതലായതുകൊണ്ട് പ്രോഫിറ്റ് ആണ്. ഇനി അതിൽ നമ്മൾ സിയുടെ കാണുമ്പോൾ സീസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് കാണുകയാണെങ്കിൽ 8,000 ഇൻറ്റു 1/3 ഇൻറ്റു 3/12 എടുക്കണം. 8,000 ഇൻറ്റു 1/3 ഇൻറ്റു 3/12 എടുക്കാം. അപ്പൊ 8,000 ഇൻറ്റു 1/3 2,000 divided by 3 6,667 667 വരും. 667 റുപ്പീസ് ആണ് അവരുടെ റീവാലുവേഷന്റെ വാല്യൂ വരിക. അപ്പൊ അഡ്ജസ്റ്റ്മെന്റിൽ ഇപ്പൊ ഫുള്ള് നമ്മൾ കണ്ടുപിടിച്ച് ഇനി എന്ത് ചെയ്ത് കൊടുക്കണം? നേരെ ക്യാപിറ്റൽ അക്കൗണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്ക നമ്മളോട്. അവരെ ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണ്. അവരെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ വരച്ചു കൊടുക്കാം. അങ്ങനെ പറയുമ്പോൾ 3 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ വരയ്ക്കണം. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് വരയ്ക്കുമ്പോൾ പാർട്ട്നേഴ്സിന്റെ പേരൊക്കെ കൊടുക്കുക, ഹെഡിങ് ഒക്കെ കൊടുക്കുക എന്നത് നമ്മുടെ നിബന്ധനയാണ്. കറക്റ്റ് ആയിട്ട് നമ്മൾ എപ്പോൾ ചെയ്യുമ്പോഴും ഹെഡിങ് ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം എന്നാണ്. കൊടുക്കുക. ബാലൻസ് ബ്രോ ഡൗൺ എഴുതാം. ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചാൽ എപ്പോൾ ചെയ്യുന്നതും നമ്മൾ ഫസ്റ്റ് തന്നെ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്ന പരിപാടിയാണ്. ബാലൻസ് ബ്രോ ഡൗൺ ചെയ്ത് അവിടെ ക്യാപിറ്റലിന്റെ വില എടുക്കാം. 30,000 25,000 15,000 30,000 25,000 15,000. റീവാലുവേഷൻ പ്രോഫിറ്റ് നമ്മളിപ്പോൾ കണ്ടുവച്ചതാണ്. റീവാലുവേഷൻ പ്രോഫിറ്റ് 667 667 666 3 പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇനി പറയുന്നത് അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അയാൾക്ക് 10% കൊടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നത് ഡിസീസ്ഡ് പാർട്ട്ണർക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നത് ഡിസീസ്ഡ് പാർട്ട്നേഴ്സിനാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. അയാളുടെ ക്യാപിറ്റൽ 15,000 ആണ്. ഇൻറ്റു 10/100 ഇൻറ്റു 3/12. അയാള് ഡൈഡ് ആവുന്നത് 31st മാർച്ചിലാണ്. ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസത്തെ നമ്മൾ പലിശ കൊടുത്താൽ മതി. 3 മാസത്തെ പലിശ അയാൾക്ക് കൊടുക്കുക.
375 റുപ്പീസ് ആണ് അയാളുടെ എമൗണ്ട് വരിക. 375 റുപ്പീസ് വന്നു. ഇനി നമ്മൾ കണ്ടുവച്ചിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ടിന്റെ വാല്യൂ ഇട്ട് എഴുതാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് 500 റുപ്പീസ് ആണ് അയാൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് നമ്മൾ കണ്ടുവച്ചേക്കുന്നത്. എത്ര രൂപയാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുക്കേണ്ടത് അത് എടുത്ത് എഴുതാം. ഇനി ഷെയർ ഓഫ് ഗുഡ് വിൽ ഉണ്ട്. 4000 റുപ്പീസ് ആണ് ഷെയർ ഓഫ് ഗുഡ് വിൽ വരുന്നത്. ഈ 4000 റുപ്പീസ് ഷെയർ ഓഫ് ഗുഡ് വില്ല് കൊടുക്കേണ്ടത് എ ക്യാപിറ്റലും എയും ബിയും കൂടിയാണ് അയാൾക്ക് ആ പൈസ കൊടുക്കാം. അപ്പൊ എ ക്യാപിറ്റല് എയുടെ അക്കൗണ്ടിൽ നിന്ന് 2000 പോകും, ബിയുടെ അക്കൗണ്ടിൽ നിന്ന് 2000 പോകും. എന്നാൽ ഡെബിറ്റ് സൈഡില് എക്കും ബിക്കും കൊടുക്കാം. ക്രെഡിറ്റ് സൈഡിൽ എപ്പോഴും റിട്ടയർ ചെയ്യുന്ന ആൾക്കാണ് കൊടുക്കുക. ക്രെഡിറ്റ് സൈഡിൽ റിട്ടയർ ചെയ്ത ആളുടെ എമൗണ്ട് വളർത്തി കൊടുക്കുമ്പോൾ ഡെബിറ്റ് സൈഡിലോ റിമൈനിങ് പാർട്ട്നേഴ്സിന്റെ എമൗണ്ട് വളർത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ഇതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതി. റിസർവ് ഉണ്ടോ നോക്കണം. റിസർവ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ് കിടക്കുന്നുണ്ട്. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് റിസർവ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. റിസർവ് ട്രാൻസ്ഫർ ചെയ്യാം. 15,000 ഡിവൈഡഡ് ബൈ 3 5,000 മൂന്ന് പേർക്കും 5,000 വെച്ചിട്ട് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒന്നും കൂടി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റല് ഡിസീസ്ഡ് പാർട്ട്ണറുടെ അക്കൗണ്ടിൽ നമ്മൾ കൊടുത്തു. പിന്നെ റിസർവിന്റെ ഷെയർ കൊടുത്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ടിന്റെ എമൗണ്ട് കൊടുത്ത്, ഗുഡ് വില്ലിന്റെ എമൗണ്ട് റിമൈനിങ് പാർട്ട്നേഴ്സിന്റെ പേരിൽ അഡ്ജസ്റ്റ് ചെയ്ത്, റീവാലുവേഷന്റെ എമൗണ്ട് നമ്മൾ പാർട്ട്നേഴ്സിന് കൊടുത്ത്, റീവാലുവേഷന്റെ എമൗണ്ടും പാർട്ട്നേഴ്സിന് കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു റീവാലുവേഷന്റെ എമൗണ്ട്, ഡെത്ത് പാർട്ട്ണർക്കാണ് നമ്മൾ റീവാലുവേഷന്റെ എമൗണ്ട് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. മറ്റുള്ളവർക്കൊന്നും ഡിസംബറിലാണ് അവർ അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ മാർച്ചിലാണ് ഇപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാം. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് ഡിസീസ്ഡ് പാർട്ട്ണറുടെ അക്കൗണ്ടിലാണ് നമ്മൾ ബാക്കിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ $27,542 27,542 ആണ് അയാളുടെ വരിക. ഇത് നേരെ 30,000, ഇത് 35,000, 35,000. ഇനി ബാലൻസ് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ ഒന്ന് നോക്കാം. നമ്മള് 8,000 റുപ്പീസ് ആണ്. ഒരു 1/3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഇത് 1/3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 1/3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2,667 ആണ് വരിക. 2,667 ആണ് വരിക നമുക്കവിടെ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2,667 ആണ് റീവാലുവേഷന്റെ പ്രോഫിറ്റ് അവിടെ വരിക. 2,667 ബാലൻസ് ചെയ്യുമ്പോൾ 32,667. ഇത് ചെയ്യുമ്പോൾ
37,666 ഇത് 32,667 അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുക. ഇനി ഈ എമൗണ്ട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കുക. 27,842 നമ്മൾ സിയുടെ അക്കൗണ്ട് മൊത്തം കൂട്ടിയിട്ട് ആ കൂട്ടിയിട്ട തുക നേരെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് നമ്മൾ നേരെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് റിട്ടയർമെന്റ് അല്ല, ഇത് ഡെത്ത് ആണ്. ഡെത്ത് ആയതുകൊണ്ട് നേരെ എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ടിലേക്ക് എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി മറ്റ് രണ്ടുപേരുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. 32,667, 37,666. ഇനി അതിൽ നിന്ന് മൈനസ് ചെയ്ത് കൊടുക്കാം. 35,666, 30,667 പേര് കൊടുക്കുക. ബാലൻസ് ക്യാരി ഡൗൺ നമ്മളതിനെ ക്ലോസ് ചെയ്യും. ബാലൻസ് ക്യാരി ഡൗൺ ക്ലോസ് ചെയ്ത് കൊടുത്ത് അക്കൗണ്ട് നമ്മൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ബാലൻസ് ബ്രോ ഡൗൺ എഴുതി, റീവാലുവേഷൻ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കൊടുത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിച്ച് കൊടുത്ത്. പിന്നെ എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് കണ്ടുപിടിച്ചത് എഴുതി. എ ക്യാപിറ്റൽ റിമൈനിങ് പാർട്ട്നേഴ്സിന്റെ പേരിൽ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ഗുഡ് വില്ലിന്റെ എമൗണ്ട് റിമൈനിങ് പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഡെബിറ്റ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്തു. സിയുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് ആ തുക തന്നെ ലോൺ എന്ന പേരിൽ എക്സിക്യൂട്ടേഴ്സ് ലോൺ എന്ന് പറഞ്ഞ് എഴുതി. ബാക്കി രണ്ടെണ്ണം ബാലൻസ് ക്യാരി ഡൗൺ എന്നും പറഞ്ഞിട്ട് അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഡെത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. റിട്ടയർമെന്റിനെ സംബന്ധിച്ച് എന്താണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് ബാലൻസ് ഷീറ്റ് ചെയ്യണം എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത്. ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിലുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എഴുതാം. അതിൽ എക്സ്ട്രാ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് അസറ്റ് സൈഡിൽ കൊടുക്കണം. അത് പുതിയതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് അസറ്റ് സൈഡിൽ കൊടുക്കാം. ക്യാഷ് ഇൻ ഹാൻഡിന് ഒരു മാറ്റവും ഇല്ല, അങ്ങനെ തന്നെ എഴുതും. ഡെറ്റേഴ്സിന് മാറ്റമില്ല, അതെഴുതി. സ്റ്റോക്കിന് മാറ്റമില്ല, അതും അതേപോലെ. ഇൻവെസ്റ്റ്മെന്റിന് മാറ്റമില്ല, അതും എഴുതി. ബിൽഡിങ് പക്ഷെ 50,000 ആയിട്ട് ഇൻക്രീസ് ആവുകയാണ്. ബിൽഡിങ്ങിന്റെ വില 50,000 എഴുതണം. ക്രെഡിറ്റേഴ്സിന് മാറ്റമില്ല, 45,000 അതേപടി എടുത്ത് എഴുതും. ക്യാപിറ്റലിന്റെ വില കണ്ടുപിടിച്ച നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കണ്ടുപിടിച്ച വിലയാണ് എടുത്ത് എഴുതാം. അത് കഴിഞ്ഞിട്ട് സിയുടെ എക്സിക്യൂട്ടേഴ്സ് ലോൺ, ക്യാപിറ്റൽ അക്കൗണ്ടിന് മുൻപ് സിയുടെ എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ടും കൂടി നമ്മൾ എഴുതിയിട്ട് വേണം ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യാൻ, ബാലൻസ് ചെയ്യാൻ. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതുമ്പോൾ മറക്കരുത് ഏതൊക്കെ എഴുതേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എഴുതാൻ മറക്കരുത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് കൃത്യമായിട്ട് അതിൽ എഴുതിയിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ടാലി ആവുള്ളൂ, ബാലൻസ് ഷീറ്റ് നമ്മുടെ ടാലി ആവുള്ളൂ. അതാണ് ഇതിന്റെ ബാലൻസ് ഷീറ്റ് ചെയ്യാൻ പറയുമ്പോൾ ചെയ്യേണ്ടത്. ഒന്നുകൂടി നോക്കാം. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്കുക. കാരണം അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്തിലൊക്കെ ബാലൻസ് ഷീറ്റിന്റെ ചെയ്യുന്ന പ്രോസസ്സ് സെയിം ആണ്. അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റ് സ്വന്തമായിട്ട് ചെയ്തു നോക്കാന്ന് പറയുന്നത്. അപ്പൊ അവിടെ ക്യാഷ് ഇൻ ഹാൻഡിന്റെ വില 1000, അത് മാറ്റമില്ല. എന്നാൽ ഡെറ്റേഴ്സിന്റെ മാറ്റമില്ല, ഡെറ്റേഴ്സിന് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. സ്റ്റോക്കിന് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, ഇൻവെസ്റ്റ്മെന്റിന് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. എന്നാൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വാല്യൂ 50,000 ആയി ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ന്യൂ ബാലൻസ് ഷീറ്റിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 50,000 എഴുതാം. ലാബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂവിന് മാറ്റമില്ല. എന്നാൽ റിസർവ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ ഇനി പറ്റില്ല. പിന്നെ ലോൺ എമൗണ്ട് സിയുടെ എക്സിക്യൂട്ടേഴ്സ് ലോൺ ആണ്, അതിനുശേഷം എഴുതാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എ ക്യാപിറ്റൽ എഴുതും, ബി ക്യാപിറ്റൽ എഴുതും. അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് കൊണ്ടുവന്ന് എഴുതും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട് അല്ലെ, അത് ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്ത് പോണ ഏറ്റവും ബാലൻസ് ചെയ്ത് കൊടുക്കുക.
അതിൻ്റെ താഴേക്ക് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യുന്നത്, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാലൻസ് ഷീറ്റ് നമ്മൾ ടാലിയാക്കി വെക്കാം. അടുത്തത് ഒരെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട്. The following is the balance sheet of ABC as on 31st December 2010. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോം തന്നിട്ടുണ്ട്. ഇതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. C died on 31st March 2011. Amount standing to the credit of partners capital account. ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ എമൗണ്ട് എഴുതണം, ബാലൻസ് ബ്രോ ഡൗൺ എഴുതണം. His share of goodwill on the basis of 2 years purchase of average profit of 3 previous years. 3 വർഷത്തെ പ്രോഫിറ്റിൻ്റെ ആവറേജ് പ്രോഫിറ്റ് എടുത്തിട്ട് അതിന്മേൽ നമ്മൾ 2 years പർച്ചേസ് ചെയ്ത് ഗുഡ്വില്ല് കണ്ടുപിടിക്കണം. His share of profit calculated on the basis of last year's profit. ലാസ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് എടുത്തിട്ട് അതിന്മേൽ ഡെത്ത് പാർട്ട്ണറുടെ പ്രോഫിറ്റിൻ്റെ ഷെയർ കണ്ടുപിടിക്കണം. എന്നിട്ട് പ്രോഫിറ്റ് നമുക്ക് 3 തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാന്നാണ് പറയുന്നത്. അതിനുവേണ്ടി നമുക്കിവിടെ എക്സിക്യൂട്ടഡ് ലോൺ അക്കൗണ്ട് മാത്രം ചെയ്താൽ മതി. അവിടെ വേറെ ഒന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം വരച്ചാൽ മതി. സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം വരയ്ക്കാം. സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫസ്റ്റ് തന്നെ ബാലൻസ് ബ്രോ ഡൗൺ എടുത്ത് എഴുതണം. ക്യാപിറ്റൽ അക്കൗണ്ട് ഫസ്റ്റ് എഴുതേണ്ടത് ബാലൻസ് ബ്രോ ഡൗൺ ആണ്. അതിൻ്റെ വില 5000 ആണ്. ബാലൻസ് ബ്രോ ഡൗൺ 5000 റുപ്പീസ് എഴുതി. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നോക്കാം, നിങ്ങളുടെ റിസർവ് ഉണ്ടോ നോക്കാം. റിസർവ് ജെൻഡർ റിസർവ് 3200 ഉണ്ട്. ആ 3200 ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ജനറൽ റിസർവ് 3200 divided by 3. The following is the balance sheet of ABC. അവരെ പ്രോഫിറ്റ് ഷെയർ ആൻഡ് റേഷ്യോ ഒന്ന് നോക്കുക നിങ്ങൾ. C died on 31st March. His share of profit calculated on the basis of last year's profit. The profits were 6000, 8000 and 7000. Profits are shared on the basis of their capital. ക്യാപിറ്റലിന്മേലാണ് അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുക. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 10,000, 5,000, 5,000 ആണ്. 10:5:5 ആണ് അവിടെ റേഷ്യോ. 10:5:5. അതായത് 10,000:5,000:5,000 ആണ്. നമ്മൾ ചെറുതാക്കി 10:5:5, 2:1:1. ഇങ്ങനെയാണ് അവിടെ പ്രോഫിറ്റ് ഷെയർ ആൻഡ് റേഷ്യോ കിടക്കുന്നത്. അപ്പം നമ്മൾ ജെൻഡർ റിസർവ് ഡിവൈഡ് ചെയ്യുന്നത് 3200 into 2:1:1 ആണ്. അപ്പോൾ 1/4 ആണ്. അപ്പം 4×8 32 റുപ്പീസ് ആണ് എന്ത് വരിക, ജെൻഡർ റിസർവിൻ്റെ വാല്യൂ സിക്ക് വരും. ഇനി ഹിസ് ഷെയർ ഓഫ് ഗുഡ് വില്ലാണ്. ഗുഡ് വില്ലൊക്കെ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചതാണ്. ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഗുഡ് വില്ല് ഈക്വൽ ടു 6000 plus 8000 plus 7000, 21,000 divided by 3 into 2 years purchase ആണ് 2. 7,000 into 2, 14,000 ആണ് ഗുഡ് വില്ല്. 14,000 എ ആൻഡ് ബി ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതാം. കാരണം ഇവിടെ നമ്മൾ എയുടെയും ബിയുടെയും അക്കൗണ്ട് വരയ്ക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒറ്റ സെന്റൻസിൽ പോയാൽ മതി. എ ആൻഡ് ബി ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും പറഞ്ഞിട്ട് 14,000 into 1/4. 14,000ന്റെ 1/4 നേരിട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി. 14,000 into 1/4, 3,500 കൊടുക്കാം. 3,500 അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുക്കാം. അടുത്തത് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റഡ് ഓൺ ദ പ്രീവിയസ് ഇയർ. ഇതാണ് പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ്.
അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് കാണുമ്പോൾ ലാസ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് 7,000 ആണ്. 7,000 ഇൻറ്റു 1/4 ഇൻറ്റു 3/12 ആണ്. മാർച്ചിലെയാണ് 3/12 എടുക്കണം. അപ്പോൾ ഇത് 4 വരും. 7,000 ഡിവൈഡഡ് ബൈ 4 7,000 ഇൻറ്റു 1/4 ഇൻറ്റു 3/12 ആണ്. ഇത് 4 ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ 1 5. $1,750 വരും. 1,750 ഡിവൈഡഡ് ബൈ വീണ്ടും 4 വരും. 4 4 435 435 പോയിന്റ് സംതിങ് വരും. 435 പോയിന്റ് അങ്ങനെ വരും. അഡ്ജസ്റ്റ് ചെയ്ത് കാൽക്കുലേഷൻസ് കറക്റ്റ് ആയിട്ട് നോക്കണം. കാൽക്കുലേഷൻസ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അത് ഇവിടെ വരുമ്പോൾ അതിനനുസരിച്ച് മിസ്റ്റേക്ക് നമുക്ക് ഇവിടെ വരും. അത് കഴിഞ്ഞിട്ട് പോയിന്റ് വായിച്ചു വെക്കുക. ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്ത് കൊടുക്കുക. എക്സിക്യൂട്ടേഴ്സ് ലോണിലേക്ക് നമ്മളത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. 7,000 ആണ് ലാസ്റ്റ് ഇയറിലെ പ്രോഫിറ്റ്. 7,000ന്റെ 7,000 into 1/4 into 3/12. 7,000 divided by 4, 137, 28 by 0. 1,750 into 1/4. 1/4 4, 16, 15, 3, 2, 7. 437 വരും. ഇതിൻ്റെ എമൗണ്ട് 437 പോയിന്റ് സംതിങ് വരും. 437 പോയിന്റ് ആണ് വരിക. അപ്പോൾ 437 or 438 അതായത് കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. 5,000, 8,000, 9,000, 9,737, 9,737, 9,737, 9,737 ക്ലോസ് ചെയ്ത് കൊടുക്കും.